തലസ്ഥാന നഗരി ആകെ ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷത്തിലാണ്. എല്ലാവരും ഇതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. എല്ലാവരും ഇതാ പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷം പൊങ്കാലയൊക്കെ ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു തിരക്കിലാണ്. ഉച്ചഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലും ഒക്കെയാണ്. അതിനു മുൻപായി ഇപ്പോൾ 1:15 തന്നെ നിവേദ്യ സമർപ്പണം ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. സമയമൊക്കെ കിട്ടിയോ പൊങ്കാല ഇടാൻ? അതായത് 1:15 വരെ സമയം കഴിഞ്ഞു. ഞങ്ങളുടെ എന്തൊക്കെയാ ഉണ്ടാക്കി? ഞങ്ങള് 2 പായസം, തെരളി, അപ്പം ഉണ്ടാക്കി. ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? 2ാമത്തെ പ്രാവശ്യം. ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞാണോ പൊങ്കാല ഇട്ടത്? പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായി, സൂപ്പറായി എല്ലാവിടെയും. അമ്പലത്തിലൊക്കെ പോകാൻ സാധിച്ചോ? പോയി തൊഴിൽ. ഇന്നാണോ പോയെ? ഇന്നലെ. നമ്മൾ പാലക്കാട് നിന്ന് വന്നവരുടെ വിശേഷങ്ങളൊക്കെ കണ്ടതാണ്. എന്നാലും നമ്മൾ ഈ ആറ്റുകാലാവുമ്പോൾ തിരുവനന്തപുരം സ്വദേശികളുടെ ഒന്ന് റെസ്പോൺസ് എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമുക്ക് ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. ചേച്ചി പേരെന്തായിരുന്നു? സിന്ധു ഭാസ്കർ. ചേച്ചി ഇവിടെ സ്ഥിരമായിട്ട് പൊങ്കാലിടാറുണ്ടോ? ചേച്ചിയുടെ നാട് ഇവിടെ തന്നെയാണ്? ഇത് ഇവിടെ തന്നെ സ്ഥലം. ഇവിടെ എവിടെയാ? PT ചാക്കോനാർ മെഡിക്കൽ കോളേജ്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഇത്തവണത്തെ ഒരു പൊങ്കാല ആഘോഷം? അതായത് നമുക്കറിയാം എല്ലാ വർഷവും വലിയ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളോടെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പൊങ്കാലയുടെ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ എത്താറുണ്ട്. ഇത്തവണയും എങ്ങനെയുണ്ട്? ആളുകളൊക്കെ ഉണ്ടോ? തന്നെയാണ്, ഒരുപാട് ആൾക്കാർ ദൂരം നിന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഒരുപാട് വണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഇന്നിപ്പോ ആറ്റുകാൽ പൊങ്കാലയിടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സന്തോഷമായി. സന്തോഷം. ഞങ്ങളുടെ നാട്ടുകാരെല്ലാം നല്ല സഹകരണമാണ് എല്ലാവരും. ഈ പുറത്തു നിന്ന് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടോ? ഇവിടെ വന്ന് പരിചയപ്പെട്ടു. അവർക്കൊക്കെ ഇഷ്ടമായോ തിരുവനന്തപുരം? അവർക്ക് ഇഷ്ടമായി. അവര് നേരത്തെ വന്നവരും വീണ്ടും വരുന്നുണ്ട് ഇവിടെ. അമ്മയുടെ സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? എല്ലാ വർഷവും ഇടാറുണ്ട്. നമുക്കറിയാം ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചടക്കമാണ് ഈ പൊങ്കാല നടക്കുന്നത് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണ്. അതൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. 1:15 ശേഷം 3 മണിയോടെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊങ്കാലയിടാൻ വന്നവരൊക്കെ ഏതാണ്ട് എല്ലാവരുടെയും പൊങ്കാലയൊക്കെ തെളിച്ചിട്ടുണ്ട്. ഏതാണ്ട് അവരുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ പാകമായിട്ടുണ്ട്. ഇനി 1:15 നിവേദിക്കുന്നതും കാത്ത് എല്ലാവരും ഇരിക്കുകയാണ്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം ആവണി ചന്ദ്ര, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.